നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ സോഫ്റ്റ്വെയർ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. എന്താണ് സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ടെൽ എ കമ്പ്യൂട്ടർ ഹൗ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. അതായത് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരുപാട് സെറ്റ് ഓഫ് ഒരു ഇൻസ്ട്രക്ഷനാണ് നമ്മുടെ കമ്പ്യൂട്ടറിനെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നത്. അത് അങ്ങനെയുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനാണ് നമ്മൾ എന്താ പറയുക, ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് അത് ചേർന്നിട്ട് കമ്പ്യൂട്ടറിനോട് പറയും ഏതെങ്കിലും ഒരു ടാസ്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ആ കംപ്ലീറ്റ് സെറ്റിനാണ് എന്ത് പറയുന്നത്, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇറ്റ് ആക്ട് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ദ ഹാർഡ്വെയർ. ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മുടെ യൂസറിൻ്റെയും ഹാർഡ്വെയറിൻ്റെയും ഇടയിൽ ഒരു ഇൻ്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് എന്ത് പറയുന്നത്, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയറിനെ മെയിനായിട്ട് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിട്ടും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ടും. സിസ്റ്റം സോഫ്റ്റ്വെയർ മാനേജസ് ആൻഡ് കൺട്രോൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഓപ്പറേഷൻസ്. അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസിനാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് റണ്ണ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. എക്സാമ്പിൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ഡിവൈസ് ഡ്രൈവേഴ്സ്, യൂട്ടിലിറ്റി പ്രോഗ്രാംസ്, ഫേംവെയർ എക്സെട്ര. ഇതൊക്കെ എന്താണ്, നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വരുന്നതാണ്. സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ പറയാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ്, ലിനക്സ്, മാക് OS, ആൻഡ്രോയിഡ് ഒക്കെ. അതേപോലെ തന്നെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ് ഡിസ്ക് ക്ലീനപ്പ്, ആൻറ്റി വൈറസ്, ബാക്കപ്പ് ടൂൾസ് ഒക്കെ. അതുപോലെ തന്നെ ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനേബിൾ ഹാർഡ്വെയർ ഡിവൈസസ് ടു ഇൻ്ററാക്ട് വിത്ത് ദ OS. അതായത് നമ്മുടെ ഹാർഡ്വെയർ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ, അതായത് OSനെ സപ്പോർട്ട് ചെയ്തിട്ട് ഹാർഡ്വെയർ വർക്ക് ചെയ്യാനായിട്ടുള്ള സോഫ്റ്റ്വെയറിനാണ് പറയുന്നത് ഡിവൈസ് ഡ്രൈവേഴ്സ്. അതും ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതേപോലെ തന്നെ ഫേംവെയർ. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാത്രമായിട്ടുള്ള ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയറിനാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന്. ഒരുപാട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇന്ന് അവൈലബിൾ ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണ്, നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ടോപ്പായിട്ടാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ വേർഡ് പ്രോസസ്സിങ്, മീഡിയ പ്ലേബാക്ക്, അങ്ങനെയുള്ള ഓരോ ടാസ്കിന് ആവശ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർ ഉണ്ടാവും. അതിനാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഏതൊക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് നോക്കാം. ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ, അതായത് നമ്മുടെ MS, വേർഡ്, എക്സൽ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഇതിനാണ് ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. പിന്നെ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വരുന്നതാണ് ഡിഫറെൻറ്റ് സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയർ, അതായത് ഓട്ടോകാഡ്, മാറ്റ്ലാബ് പോലെയുള്ള കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ വരുന്നതാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, ലൈബ്രറി, ഓഫീസ്, ജിംബ് ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് മറ്റൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറാണ് വെബ് ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ, ഗൂഗിൾ ഡോക്സ്, ക്യാൻവ. അങ്ങനെയുള്ള ഓരോ സ്പെസിഫിക് ടാസ്കിനുള്ള സോഫ്റ്റ്വെയറിനാണ് എന്ത് പറയുന്നത്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തായിരുന്നു, ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ. അതായത് നമ്മുടെ യൂസറുടെയും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെയും ഇടയിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് ആര്, ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് യൂസറിന് നല്ല രീതിയിൽ ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റൂ. അതേപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. എന്തൊക്കെ പ്രോസസ്സാണ് അത് ചെയ്യുന്നത്, മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഡിവൈസ് കൺട്രോൾ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ ദാറ്റ് മാനേജസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സസ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്, ഡിവൈസ് കൺട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ഒന്നാമത് വരുന്നതാണ് എന്ത്, മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന് റാം എന്ന് പറഞ്ഞൊരു മെമ്മറിയാണ്. അതിനൊരു ലിമിറ്റഡ് സ്പേസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഒരുപാട് ടാസ്കുകൾ എന്ത് ചെയ്യണം, നമുക്ക് വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ടാസ്ക് ചെയ്യുന്ന സമയത്ത് അറ്റ് എ ടൈമിൽ ഒരു ടാസ്ക് വർക്ക് ചെയ്തു, അത് കംപ്ലീറ്റ് ആയതിനു ശേഷം അത് മാറിയിട്ട് അടുത്ത ടാസ്ക് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്തു. അങ്ങനെ മെമ്മറീനെ എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു. അതേപോലെ തന്നെ വരുന്നതാണ് പ്രോസസ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ CPUക്ക് അറ്റ് എ ടൈമിൽ ഒരു പ്രോസസ്സ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ. ഒരുപാട് പ്രോസസ്സുകൾ വന്നു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് അതിനെ CPUയിലേക്ക്
കൊണ്ടുവിടുന്നു. അതേപോലെ തന്നെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കൺട്രോൾ സിഗ്നൽ പ്രൊവൈഡ് ചെയ്തിട്ട് അതിനെ മെമ്മറിയിലേക്ക് മാറ്റിയതിന് ശേഷം അടുത്ത പ്രോസസ്സിനെ CPU വിടുന്നു. ഇങ്ങനെയുള്ള എല്ലാ പ്രോസസ്സ് മാനേജ്മെൻറ്റും ചെയ്യുന്നത് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതേപോലെ തന്നെ ചെയ്യുന്നതാണ് ഫയൽ മാനേജ്മെൻറ്റ്. അതായത് ഒരു ഫയലിനെ ഒരു ഹൈറാർക്കി ലെവലിൽ സ്റ്റോർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. പിന്നെ വരുന്നതാണ് ഡിവൈസ് മാനേജ്മെൻറ്റ്. അതായത് ഒരു പ്രിൻ്ററാണ് ഉള്ളത്, ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. എല്ലാ സിസ്റ്റത്തിനും ഈ ഒരു പ്രിൻ്ററിന് എന്ത് ചെയ്യണം, അവൈലബിൾ ആക്കണം. അതിന് ഷെയർ ചെയ്തിട്ട് ഓരോ സിസ്റ്റത്തിനും ഈ ഒരു ഡിവൈസസിന് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. എന്തൊക്കെയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെയിനായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത്? അതായത് നമ്മൾ പറഞ്ഞ മാതിരി യൂസറിൻ്റെയും സിസ്റ്റത്തിൻ്റെയും ഇടയിലുള്ള ഒരു ഇൻ്റർഫേസാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതേപോലെ തന്നെ CPU, മെമ്മറി, സ്റ്റോറേജ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസും, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മാതിരി ഓരോ ടാസ്കും ഷെഡ്യൂൾ ചെയ്യുന്നതും ഒക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മുടെ ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ സിസ്റ്റം സ്റ്റാബിലിറ്റിയും ഒക്കെ എക്സിക്യൂഷനും ഒക്കെ സ്മൂത്തായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ എൻഷുർ ചെയ്യുന്നൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിൻ്റെ സോഴ്സ് ആൻഡ് ലൈസൻസിങ് അനുസരിച്ചിട്ട് മെയിനായിട്ട് രണ്ട് ടൈപ്പാണ് വരുന്നത്. പ്രൊപ്രൈറ്ററി ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെ തന്നെ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പ്രൊപ്രൈറ്ററി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഓണർഷിപ്പ് ഉണ്ടാകും. അതേപോലെ തന്നെ ലൈസൻസ്ഡ് കമ്പനിക്ക് മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റും. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീലി അവൈലബിൾ ആണ്. നമുക്ക് യൂസേഴ്സിന് തന്നെ മോഡിഫൈ ചെയ്യാം. അതിനുള്ളൊരു എക്സാമ്പിളാണ് ലിനക്സ്, ഉബുണ്ടു ഇതൊക്കെ. പ്രൊപ്രൈറ്ററി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ ആ ഒരു സോഴ്സ് കോഡ് ആക്സസ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അതിന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ലൈസൻസ് പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ്, ആപ്പിൾ ഒക്കെ. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടാവും, പ്രൊഫഷണൽ സപ്പോർട്ട്സ് ഉണ്ടാവും, റിലയബിലിറ്റി ഉണ്ടാവും. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ്ലിയാണ്. അതുപോലെ തന്നെ നമുക്കത് കസ്റ്റമൈസ് ചെയ്യാൻ ലിമിറ്റഡ് ആക്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓപ്പൺ സോഴ്സിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് അവൈലബിൾ ആയിരിക്കും, നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ഈ ലൈസൻസ് ഫീ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാം. അതിന് എക്സാമ്പിളാണ് ലിനക്സ്, ഉബുണ്ടു, ഫെഡോറ ഇതൊക്കെ. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെയിനായിട്ട് കോസ്റ്റ് എഫക്റ്റീവ് തന്നെയാണ്. അതുപോലെ തന്നെ കസ്റ്റമൈസബിളാണ്, സെക്യൂറാണ്. പക്ഷേ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അതിന് ഒഫീഷ്യൽ സപ്പോർട്ട് ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ബിഗിനേഴ്സിനെ കുറിച്ച് കോംപ്ലക്സ് ആയിരിക്കും. നെക്സ്റ്റ് പറയാനുള്ളതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് മെയിനായിട്ട് മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നുണ്ട്. സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ സിംഗിൾ യൂസർ സിംഗിൾ ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സിംഗിൾ യൂസർ മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൾട്ടി യൂസർ മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സിംഗിൾ യൂസർ സിംഗിൾ ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈമിൽ ഒരു യൂസറിന് ഒരു ടാസ്ക് മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനാണ് സിംഗിൾ യൂസർ സിംഗിൾ ടാസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. എക്സാമ്പിൾ MS-DOS. പിന്നെ വരുന്നതാണ് സിംഗിൾ യൂസർ മൾട്ടി ടാസ്കിങ്. അതായത് ഒരു യൂസർ പക്ഷെങ്കിൽ മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യാൻ പറ്റും. മൾട്ടി യൂസർ മൾട്ടി ടാസ്ക് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ യൂസർ ആൻഡ് മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിളാണ് യൂണിക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കോമ്പാറ്റിബിലിറ്റി. അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ കോൺഫിഗറേഷൻ അനുസരിച്ചിട്ട് കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമാണ്. അങ്ങനെ ഒരു കോമ്പാറ്റിബിലിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് ക്രാഷസും അതുപോലെ തന്നെ പെർഫോമൻസ് ഇഷ്യൂ അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ എററൊക്കെ ഉണ്ടാവും. അതിന് ഒരു എക്സാമ്പിളാണ് MacOS റൺസ് ഓൺലി ഓൺ ആപ്പിൾ ഹാർഡ്വെയർ ഡ്യൂ ടു സ്ട്രിക്റ്റ് കോമ്പാറ്റിബിലിറ്റി കൺട്രോൾ. അതായത് MacOS മെയിനായിട്ട് റൺ ചെയ്യുന്നത് ആപ്പിളിൻ്റെ ഹാർഡ്വെയറിലാണ്. കാരണം അത് തമ്മിലാണ് എന്തുണ്ടാവുക, ഒരു കോമ്പാറ്റിബിലിറ്റി ഉണ്ടാവുക. നെക്സ്റ്റ് പറയാനുള്ള ഒരു ടോപ്പിക്കാണ് പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. നമ്മുടെ OS ലോഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഹാർഡ്വെയർ ഒക്കെ ഓക്കെ ആണോന്ന് സെൽഫായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഹാർഡ്വെയറിന് ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എറർ കോഡ് ഡിസ്പ്ലേ ചെയ്യും, അല്ലെങ്കിൽ ഒരു ബീപ്പ് സൗണ്ട് വരും. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, അത് മാറ്റിയതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യും. സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഈ കൺട്രോൾ ബൂട്ട് ലോഡറിലേക്ക് പാസ് ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യും.
നെക്സ്റ്റ് ബൂട്ടിംഗ് പ്രോസസ്സ്. എന്താണ് ബൂട്ടിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്? ബൂട്ടിംഗ് റെഫേഴ്സ് ടു സ്റ്റാർട്ടിംഗ് ദ കമ്പ്യൂട്ടർ ആൻഡ് ലോഡിംഗ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ടു മെമ്മറി. നമുക്കറിയാം നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്കൻഡറി മെമ്മറിയിലായിരിക്കും എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഓണാക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ബൂട്ടിംഗ് എന്ന് പറയുന്നത്. 2 ടൈപ്സ് ഓഫ് ബൂട്ടിംഗ് ഉണ്ട്, കോൾഡ് ബൂട്ടിങ്ങും അതുപോലെ തന്നെ വാം ബൂട്ടിങ്ങും. കോൾഡ് ബൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് സിസ്റ്റം ഫ്രം കംപ്ലീറ്റ് പവർ ഓഫ് സ്റ്റേറ്റ്. പവർ ഓഫ് സ്റ്റേറ്റ് ആയ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെ കോൾഡ് ബൂട്ടിംഗ് എന്ന് പറയും. നമ്മൾ എന്താ പറയുക, പവർ ഓഫ് ചെയ്യാണ്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വാം ബൂട്ടിംഗ് എന്ന് പറയും.